ദാസന്മാരെയും കത്തുദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. आदरणीय प्रभु के दास लोग और प्रभु की संतान और सभीयों को यीशु नासरी के सामर्थ्य नाम से जय मसीह की. നിർബന്ധത്താൽ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമന്ന കുറേനക്കാരനായ ശീമോൻ നമുക്ക് നൽകുന്ന 7 ആത്മീയ പാഠങ്ങൾ അതാണ് നമ്മളെ പഠിക്കുന്നത്. जबरदस्ती से कुरैनी शिमोन से क्रूस को उठाया में मजबूर किया है. उनकी जीवन से मिलने वाले आत्मिक आशीषों की 7 बातें हम सीख रहा है. 3 സുവിശേഷകന്മാരാണ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 सुसमाचारकों ने इस बात को वचन में लिखी है. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ശീമോൻ്റെ കാര്യം കാണുന്നില്ല. पवित्र मत्ती, मरकुस और लूका इन तीनों ने इस बात को लिखा है. यूहन्ना ने इस बात को छोड़ दिया. ആ 3 സുവിശേഷകന്മാരും ഈ കാര്യം പറയുവാൻ ഒറ്റ വാക്യം മാത്രമേ ഉപയോഗിച്ചിട്ടുമുള്ളൂ. इन तीनों सुसमाचारकों ने इस बात को बताने के लिए केवल एक ही वचन को ही इस्तेमाल किया है. അതിലുപരി ഒറ്റ വാചകമാണ്. ചില വാക്യങ്ങളിൽ 2-3 വാചകങ്ങൾ കാണും. പക്ഷേ ഈ ശീമോനെ പറ്റി പറയുന്നത് ഒറ്റ വാചകത്തിലാണ് 3 സുവിശേഷകന്മാരും ആ സംഭവം പരിചയപ്പെടുത്തുന്നു. शिमोन के बारे में तीनों सुसमाचारकों ने एक ही वचन में उस बात को संक्षिप्त में रखा है. അവനിൽ നിന്ന് നമ്മൾ പഠിച്ച ഒന്നാമത്തെ ആത്മീയ പാഠം മനുഷ്യ മാനത്തേക്കാൾ വലുത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനമാണ്. शिमोन की जिंदगी से हमने जो आत्मिक भेद पाठ सीखा है कि मनुष्य से मिलने वाला आदर से उत्तम है परमेश्वर से मिलने वाला आदर. യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ തൊട്ടടുത്ത് നിന്ന് കണ്ട വ്യക്തിയാണ് ഈ ശിമോൻ. मानव जाति को जो छुटकारा का कार्यक्रम यीशु कालवरी पर निभाया उसको निकटता में देखने का मौका शिमोन को मिला. ക്രൂശ് ചുമന്നുകൊണ്ട് നടക്കുന്ന യേശുവിൻ്റെ തൊട്ടുപുറകെ തൊട്ടുരുമിയാണ് ഈ ശീമോനും ക്രൂശ് ചുമന്ന് നടക്കുന്നത്. क्रूस उठाकर चलने वाले यीशु के बिल्कुल पीछे से क्रूस के तला पकड़कर शिमोन भी आगे चलता रहा. ആക്ഷരികമായി തന്നെ യേശുവിൻ്റെ രക്തം ശരീരത്തിൽ വീണ വ്യക്തിയാണ് ഈ ശിമോൻ. अक्षरिक तौर से यीशु से जो लहू शिमोन के ऊपर गिरा. ആ ക്രൂശ് കർത്താവ് ഈ ശിമോൻ ചുമക്കുമ്പോൾ കർത്താവിന് അല്പം ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. यीशु का क्रूस को जब शिमोन ने उठाया चंद क्षण के लिए यीशु को उस समय पर तसली मिली. ആ അത്രയും വലിയ കാര്യം ചെയ്ത വ്യക്തിയെ പറ്റി ഒറ്റ വാചകം മാത്രമേ 3 സുവിശേഷകന്മാരും പറഞ്ഞു. इतने बड़ी काम को निभाने वाला शिमोन के बारे में तीनों सुसमाचारकों ने एक ही शब्द या वचन में बातों को संक्षिप्त അല്ലെങ്കിൽ ദൈവാത്മാവ് 3 സുവിശേഷകന്മാരോടും പറഞ്ഞു ശിമോനെ പറ്റി എഴുതുമ്പോൾ ഒറ്റ വാചകം മാത്രമേ എഴുതാവൂ. ये तीनों सुसमाचारकों को जब लिखते वक्त पवित्र आत्मा ने यह अगुवाई दी बस शिमोन के बारे में एक ही बात लिखी है. വലിയ കാര്യം ചെയ്തവനെ പറ്റി ഒറ്റ വാചകത്തിൽ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. बड़े कामों को किया हुआ व्यक्ति के बारे में एक ही वचन बोलकर उस बात को सीमित किया है. മനുഷ്യ മാനമല്ല വലുത്, ദൈവത്തിൽ ലഭിക്കുന്ന മാനമാണ്. मानसिक तौर से मिलने वाला आदर नहीं परमेश्वर से मिलने वाला आदर सबसे കർത്താവിന് महत्वपूर्ण. വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഒരുപക്ഷെ ഇവിടെ അംഗീകാരം ലഭിക്കണമെന്നില്ല. परमेश्वर के लिए बड़ी बड़ी कामों को करने वाला अभिषिक्तों को शायद इस पृथ्वी पर आदर महिमा मिलना मुश्किल होगी. നാം മറ്റു പലരെ പോലെ അങ്ങനെ അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ പരിഭവിക്കുവാനും പാടില്ല. दूसरों के जैसे जब आदर नहीं मिलते वक्त हमारा चेहरा उतरना नहीं चाहिए. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം ലഭിക്കുന്ന ഒരു സുദിനം നമ്മുടെ हम മുമ്പിലുണ്ട്. जो भी काम करते हैं उसको आदर सम्मान मिलने वाला एक दिन आने वाला है. ഈ ശിമോനിൽ നിന്ന് രണ്ടാമത് നാം പഠിച്ച ആത്മീയ പാഠം ആരെ വേണമെങ്കിലും ക്രൂശ് ചുമക്കാൻ വിളിക്കാം. इस शिमोन से आत्मिक भेद पाठ हमने यही सीखा है कि प्रभु चाहे जिस किसी को भी क्रूस उठाने के लिए खड़ा कर सकता ഇവനൊരു है. അടിമയാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ये शिमोन एक गुलाम है यही वचन की व्याख्या करने वाला लोग ഇവൻ बताते വലിയ हैं. സമ്പന്നനോ വിദ്യാഭ്യാസം ഉള്ളവനോ ഒന്നും അല്ല. അങ്ങനെയുള്ളവനാണെങ്കിൽ ക്രൂശ് ചോപ്പിക്കത്തില്ല. ക്രൂശ് ശാപത്തിന്റെ അടയാളമാണ്. ये बड़ी पढ़ी लिखा व्यक्ति या धनी व्यक्ति नहीं होगा. जो बड़े व्यक्तियों को उसी प्रकार के क्रूस उठाने का मजबूर नहीं करेगा क्योंकि क्रूस उठाना श्राप की बात दर्शाता है. സമൂഹത്തിൽ
ഏറ്റവും താണ നിലയിൽ ജീവിച്ച വ്യക്തിയാണ് ഈ കുതേനക്കാരനായ ശിമോൻ. समाज में बिल्कुल निचला हिस्सा में रहने वाला एक व्यक्ति था शिमोन. അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന് തിരഞ്ഞെടുക്കാം. परमेश्वर उसको परमेश्वर की सेवा के लिए नियुक्त किया, खड़ा किया. കർത്താവിനെ കണ്ടുമുട്ടിയ രണ്ട് ആഫ്രിക്കക്കാരെ പറ്റി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. हमें परमेश्वर से मिलना हुआ 2 अफ्रीकी लोगों के बारे में प्रभु की दास ने बताया. ഈ കുതേനക്കാരനായ ശീമോൻ ആഫ്രിക്കക്കാരനാണ്. इसको रेने शिमोन जो अफ्रीका के निवासी था. ആഫ്രിക്കയിലെ ലിബിയ സ്റ്റേറ്റിൽപ്പെട്ടവനാണ് ഇദ്ദേഹം. अफ्रीका की जो लिबिया राज्य है वहां का रहने वाला है व्यक्ति. വേറൊരു ആഫ്രിക്കക്കാരനെ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എത്യോപ്യക്കാരിയായ കന്ദക്ക എന്ന രാജ്ഞിയുടെ ധനകാര്യ മന്ത്രി. दूसरे एक और अफ्रीका निवासी के बारे में प्रेरितों के काम के अंदर हम पढ़ता है तो जो राज्य का फिनांस मिनिस्टर है. അവൻ തേതിലിരുന്ന് യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഫിലിപ്പോസ് അവനോട് സുവിശേഷം പറയുന്നത്. वो व्यक्ति जब रथ पर बैठकर वचन पढ़ रहा था तब फिलिप्पुस उनसे मुलाकात किया है. ഈ ശീമോൻ ആലയത്തിലേക്ക് പോകുമ്പോഴാണ് നിർബന്ധം അവന്റെ മേൽ വീണത് ക്രൂശ് ചുമക്കാൻ. ये शिमोन जब मंदिर की ओर जा रहा था उस समय पर उनको मजबूर किया क्रूस उठाने के लिए. എത്യോപ്യക്കാരനായ ധനകാര്യ മന്ത്രി ആലയത്തിൽ നിന്ന് പോകുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് അവന്റെ മേൽ വീണത്. जब इथियोपिया की जो फाइनेंस मिनिस्टर मंदिर से वापस जा रहा था तब उनको परमेश्वर ने खड़ा किया. ആലയത്തിലേക്ക് പോകുന്നവനെയും കർത്താവിന് വിളിക്കാൻ കഴിയും, ആലയത്തിൽ നിന്ന് പോകുന്നവനെയും കർത്താവിന് വിളിക്കുവാൻ കഴിയും. मंदिर की ओर जाने वाला और मंदिर से जाने वाला को भी प्रभु बुला सकता है. അടിമയെയും കർത്താവിന് വിളിക്കാൻ കഴിയും, മന്ത്രിയെയും കർത്താവിന് വിളിക്കാൻ കഴിയും. गुलाम को भी प्रभु बुला सकता है और मंत्री को भी प्रभु बुला सकता है. ആരെ വേണമെങ്കിലും ക്രൂശ് ചുമപ്പാൻ കർത്താവിന് വിളിക്കാം. चाहे किसी को भी प्रभु क्रूस उठाने के लिए बुला सकता है. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന്റെ പദ്ധതി കർത്താവിന് ഉള്ളത് കൊണ്ടാണ് കൃപയാൽ നമ്മളും തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായത്. इसी प्रकार परमेश्वर की चुनाव की योजना था, इसलिए मैं और आप चुने हुए लोगों के झुंड में शामिल हो ഈ गया. ശീമോൻ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ആത്മീയ പാഠം, എപ്പോൾ വേണമെങ്കിലും ക്രൂശ് ചുമക്കാൻ വിളിക്കാം. इस शिमोन हमें देने वाला तीसरी आत्मिक भेद और पाठ यही है कि कभी भी प्रभु हमें सेवा के लिए खड़ा कर ഈ सकता है. ശിമോൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിർബന്ധം അവന്റെ മേൽ വീണത്. इस शिमोन कभी उम्मीद नहीं किया, उसी समय पर परमेश्वर ने मजबूर के साथ खड़ा किया. വേദപുസ്തകത്തിൽ കർത്താവ് തന്റെ ദാസന്മാരെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോഴെല്ലാം അവരാരും പ്രതീക്ഷിച്ച സമയത്തല്ല വിളിച്ചത്. वचन पढ़ते वक्त ये पता चलता है कि जितनों को प्रभु ने सेवा के लिए खड़ा किया वो किसी ने कभी उम्मीद नहीं किए थे. ഈ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ കൽദേ ദേശമായ ഊരിൽ വിഗ്രഹാരാധനക്കാരനായിരുന്നു. अब्राहम को जब परमेश्वर ने बुलाया उस समय पर मेसोपोटामिया के ऊर में वो मूर्ति पूजा में लगी हुई व्यक्ति था. മോശ പ്രതീക്ഷിച്ചു തന്റെ 40-ാമത്തെ വയസ്സിൽ ആരോഗ്യമുള്ള സമയത്ത് ദൈവം തന്നെ അവന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുമെന്ന്. मूसा ने सोचा है कि 40 साल में जब वो तंदुरुस्ती के समय उस समय पर प्रभु अपना सेवा के लिए उन्हें खड़ा करेंगे. അവന്റെ 40-ാമത്തെ വയസ്സിൽ തല്ലിക്കൊല്ലുന്ന സമയത്തല്ല ദൈവം മോശയെ തന്റെ വേലയ്ക്ക് വേണ്ടി वो വിളിച്ചത്. 40 साल का जो जवानी में दूसरों को मारने में सामर्थ्य रखते थे उस उम्र पर परमेश्वर मूसा को खड़ा नहीं किया. 80-ാമത്തെ വയസ്സിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന മോശയാണ് കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. जब 80 साल का हुआ उस समय पर वो शरीर कांपने वाला था, उसी समय पर परमेश्वर मूसा को खड़ा की. ഈ പൗലോസിനെ കർത്താവ് വിളിക്കുമ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് പൗലോസിനെ വിളിച്ചത്. पौलुस को जब सेवा के लिए बुलाया उस समय पर पौलुस भी कभी उम्मीद नहीं की थी. അവൻ ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ മഹാപുരോഹിതന്റെ അധികാരപത്രവും കൊണ്ട് പോകുമ്പോഴാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച കർത്താവ് അവനെ വിളിച്ചത്. दमस्कोस में जाकर वहां का मसीह लोगों को सताने के लिए अधिकार की पत्र लेकर जा रहा था. तब हमें दमिश्क के फाटक में परमेश्वर उनसे मुलाकात की, उन्हें सेवा के लिए चुन लिया. ആ സംഭവം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3 സ്ഥലങ്ങളിലാണ് उस രേഖപ്പെടുത്തിയിരിക്കുന്നത്. घटना प्रेरितों के काम के अंदर 3 जगहों में वर्णन किया गया ആ है. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. उस 3 पदों को अब हम पढ़ेंगे. അവൻ കണ്ട വെളിച്ചത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രത്യേകത. हमें पौलुस ने जो प्रकाश देखा उस चमत्कार या मतलब प्रकाश की 3 खासियत. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം
മൂന്നാമത്തെ വാക്യം മാത്രം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അത്രയും മതി വായിക്കാം. प्रेरितों की काम 9 अध्याय 3 पद. परंतु चलते चलते जब वह दमिश्क के निकट पहुंचा तो एक आकाश से उसके चारों ओर ज्योति चमकी. അവിടെ ഒരു വെളിച്ചമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വെളിച്ചം അവനെ ചുറ്റുമിന്നി. वहां पर ऐसे लिखा है कि एक ज्योति उनके चारों ओर चमकने लगा. അവൻ കർത്താവിനെ കണ്ടുമുട്ടി. हमें पौलोस यीशु को यानी परमेश्वर को मिला. വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം പൗലോസ് പ്രസംഗിക്കുകയാണ്, സാക്ഷ്യമായിട്ട് പറയുക. कई सालों के बाद इस घटना के बारे में पौलुस प्रचार कर रहा था. അന്നേരം ഈ വെളിച്ചത്തെ പറ്റി എങ്ങനെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. उस समय पर इस ज्योति के बारे में वो किस प्रकार प्रचार कर रहा है वहां पर लिखा है. 22-ാം അധ്യായം 6-ാമത്തെ വാക്യം. 22-ാം അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ പ്രയാണം ചെയ്തു ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഇവിടെ ആ വെളിച്ചത്തെ പറ്റി 22-6. हमें 22 का 6. जब मैं चलते चलते दमिश्क के निकट पहुंचा तो ऐसा हुआ दोपहर के लगभग एकाएक एक बड़ी ज्योति आकाश से मेरे चारों ओर चमकी. നമ്മളെ ഓടിച്ച് വായിച്ചാൽ ഇത് കാര്യം പിടി കിട്ടത്തില്ല. ഇവിടെ വെളിച്ചത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? വലിയ വെളിച്ചം. 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വെളിച്ചമെന്നേ ഉള്ളൂ. വർഷങ്ങൾ പഴുത് കഴിഞ്ഞപ്പോൾ ആ വെളിച്ചത്തെ പറ്റി പൗലോസ് പറയുന്നത് ഒരു വലിയ വെളിച്ചം എന്നെ മേൽ ചുറ്റുമിന്നി. 9 अध्याय के अंदर ज्योति जो शब्द लिखा है, लेकिन 22 अध्याय के अंदर ज्योति नहीं बड़ी ज्योति इसी प्रकार लिखा है. പിന്നെയും ചില വർഷങ്ങൾ കഴിഞ്ഞു. പൗലോസ് മരണത്തോടെ സമീപിക്കുന്ന നാളുകളാണ്. हमें कई साल और बीतने के बाद पौलुस मृत्यु की निकट पहुंचने के समय पर അന്നേരം ഈ വെളിച്ചത്തെ പറ്റി അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പൗലോസ് പ്രസംഗിച്ച് കേൾപ്പിക്കുകയാണ്. इस ज्योति के बारे में राजा अग्रिप्पा का सामने पौलुस प्रचार करके सुना रहा है. 26-ാം അധ്യായം 17-ാമത്തെ വാക്യം. 26-ാം അധ്യായം 17-ാമത്തെ വാക്യം. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. 26-ാം അധ്യായം രാജാവെ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച്. അതെ വാക്യം. ഞാൻ 17 പറഞ്ഞ 13 26-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. രാജാവേ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത്. വെളിച്ചം എങ്ങനെയുള്ള വെളിച്ചമായി? സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചം. 26 अध्याय का 13 पद ऐसे लिखा है, तो हे राजा मार्ग में दोपहर के समय मैंने आकाश से सूर्य के तेज से भी बढ़कर एक ज्योति अपने और अपने साथ चलने वालों के चारों ओर चमकती हुई देखी. ആദ്യം പറഞ്ഞു ഒരു വെളിച്ചമാണ് എന്നെ ചുറ്റുമിന്നിയത്. पहले बताया कि एक ज्योति मेरे और चमका. വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വലിയ വെളിച്ചമാണ് എന്നെ ചുറ്റുമിന്നിയത്. कई सालों के बाद बता रहा है कि बड़ी ज्योति मेरे और चमकने लगा. മരണത്തോട് സമീപിക്കുമ്പോൾ പൗലോസ് പറയുന്നു സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചമാണ് എന്നെ ചുറ്റുമിന്നിയത്. मृत्यु के निकट पहुंचने से पहले बताया है कि सूरज की रोशनी से बढ़कर चमकने वाला वो एक ज्योति मेरे चारों ओर चमका. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ പ്രകാശിച്ച വെളിച്ചത്തിന്റെ ശോഭ കുറഞ്ഞല്ല വരേണ്ടത്, കൂടിയാണ് വരേണ്ടത്. कई साल आगे बढ़ते वक्त हमारे जीवन में जो प्रभु दिए हुए ज्योति या चमक घटना नहीं, वो हर दम बढ़ते जाए. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതയാത്രയിലും ശുശ്രൂഷയിലും വന്നാലും നമ്മളിൽ കത്തിച്ചതായ വെളിച്ചത്തിന്റെ ശോഭ നിറം മങ്ങുകയല്ല, ആ പ്രകാശം വർദ്ധിച്ചു വേണം വരുവാൻ. हमारे जीवन में चाहे कितनी भी परेशानियां कठिनाइयां बढ़ते जाए, प्रभु ने जो ज्योति हमारा अंदर चमकाया ये कभी खत्म ना हो, वो हर पल बढ़ते जाए. അപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയവനെ
കർത്താവ് ക്രൂശ് ചുമപ്പാനായിട്ട് വിളിച്ചു. मसीहों को सताने के लिए जो व्यक्ति गया उन्हें भी क्रूस उठाने के लिए प्रभु चुन लिया. വല വീശുന്നവരെ ശിഷ്യന്മാരാക്കി കർത്താവ് വിളിച്ചു. हमें जाल बिछाने वालों को प्रभु ने बुलाकर अपने चेला വല बनाया. നന്നാക്കിയവരെ ശിഷ്യന്മാരുടെ ഗണത്തിൽ കർത്താവ് വിളിച്ചു. जाल को ठीक करने वालों को भी प्रभु ने बुलाकर अपने चेलों के गिनती में जोड़ ആടുകളെ दिया. മേയിച്ച് നടന്ന ആമോസിനെ പ്രവാചകനായി കർത്താവ് വിളിച്ചു. हमें भेड़ बकरियों का चराने वाला आमोस को प्रभु ने बुलाकर अपने सेवा के लिए सौंप दिया. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കർത്താവിന് ക്രൂശ് ചുമപ്പാൻ വിളിക്കാം. कभी भी प्रभु अपना सेवा के लिए मैं बुला सकता है. നാലാമത് ഈ ശീമോനിൽ നമ്മൾ പഠിച്ച ആത്മീയ പാഠം ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കപ്പെടും. हमें शिमोन की जीवन से हमने जो सीखी विभेद और पाठ चौथी बात है ये कि क्रूस उठाने में मजबूर करेंगे. ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി നിർബന്ധം പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. कल हमने वचन के द्वारा सीखा है कि जो जबरदस्ती करना मजबूर करना विवश करना वो अलग अलग प्रकार की है. ഭീഷണിപ്പെടുത്തി നിർബന്ധിക്കും. हमें ഭീഷണി പേടി डरा कर हमें धक्का दे के हमें विवश कर सकता है. ശിക്ഷ മൂലം നിർബന്ധിക്കും. दंड देकर भी हमें विवश कर सकता है. എന്നാൽ നമ്മുടെ മേലുള്ള നിർബന്ധം ഭീഷണിയും ശിക്ഷയുമൊന്നും അല്ല, ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. हमारे ऊपर प्रभु ने जो विवश किया हमें दंड देकर नहीं डरा कर नहीं परमेश्वर के प्रेम के द्वारा हमें विवश किया है. 2 കൊരിന്ത്യർ 5:14 നമ്മൾ വായിച്ചതാണ്. दूसरा कुरिन्ती 5 का 4 पद हमने कल पढ़कर ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. मसीह का प्रेम हमें विवश करता है. നമ്മൾ പലവിധ നിർബന്ധങ്ങളെ പറ്റി നമ്മളെ കണ്ടു. अलग अलग प्रकार की जो विवश के बारे में कल हमने वचन से सीखा. സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം, हमें सुसमाचार सुनाने में प्रभु हमें विवश करेंगे. മരുഭൂമിയിലേക്ക് പോകുവാനുള്ള നിർബന്ധം, मरुस्थल की ओर जाने के लिए प्रभु हमें विवश करेंगे. അക്കരയ്ക്ക് പോകുവാനുള്ള നിർബന്ധം. और दूसरी पार जाने का विवश. ഇരമ്യാ പ്രവാചകൻ പറയുമ്പോൾ നീ എന്നെ സമ്മതിപ്പിക്കുകയും, ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇരമ്യാ പ്രവചനം ഇന്നലെ വായിച്ച് അവസാനിപ്പിച്ചതാണ്. ഇരമ്യാ പ്രവചനം 20-7 ഇരമ്യാ പ്രവചനം 20-7 യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. കണ്ടോ, ഇരമ്യാ പറയുകയാണ് നീ എന്നെ സമ്മതിപ്പിക്കുകയും 7 ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തതാണ്. हमें यिर्मयाह 20 का 7 पद ऐसे लिखा है, हे यहोवा तूने मुझे धोखा दिया, मैंने धोखा खाया, तू मुझसे बलबंद है, इस कारण तू मुझ पर प्रबल हो गया. ഈ ഇരമ്യാവ് ഒഴിഞ്ഞു മാറാൻ കാരണം ഇവൻ പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. ये क्यों प्रभु के बाद से मुकर गया? इसलिए कि वो याजकीय परिवार में पैदा हो गया था. ഇരമ്യാ പ്രവചനം 1:1 यिर्मयाह की पहला अध्याय पहला पद पर इस बात लिखा है. ഇവൻ ജനിച്ചു വളർത്തപ്പെട്ടത് പ്രവാചക കുടുംബത്തിലല്ല, പുരോഹിത കുടുംബത്തിലാണ്. यिर्मयाह किसी भविष्यवक्ता के परिवार में जन्मा नहीं, पालन पोषण नहीं किया गया, ये एक याजक के परिवार में पैदा हो गया. 1:1 ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ ഇരമ്യാവിന്റെ വചനങ്ങൾ. കണ്ടോ, അപ്പോൾ ഇദ്ദേഹം പുരോഹിതന്റെ മകനാണ് ഇരമ്യാവ്. यिर्मयाह पहला का पहला आयत, हिल्किया का पुत्र यिर्मयाह जो बिन्यामीन के देश के अनाथोत में रहने वाला याजकों में से एक था. അപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറയുന്നുണ്ട് 6 ഞാൻ ബാലനാണ് എന്ന് ഇരമ്യാ പറയുന്നുണ്ട്. 1:6 എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞെന്നുള്ള നിലയിലല്ല, ഇവ പ്രായമുള്ള വ്യക്തിയാണ്. ബാലൻ എന്ന് പറയാൻ കാരണം എനിക്ക് പ്രവാചക ശുശ്രൂഷ അറിയത്തില്ല, പുരോഹിതനാക്കിയാൽ എനിക്കറിയാം ആലയത്തിൽ എന്താ നടക്കുന്നതെന്ന് ഇവൻ കണ്ടു വളർന്നവനാണ്. എന്നെ പ്രവാചകനാക്കിയാൽ ഞാൻ ബാലനാണ്, പ്രവാചക ശുശ്രൂഷയുടെ ABCD എനിക്കറിയത്തില്ല. पहलाते के 6 पद यिर्मयाह करे, तब मैंने कहा हाय प्रभु यहोवा देख मैं तो बोलना भी नहीं जानता क्योंकि मैं लड़का ही हूँ. यहाँ पर जो लड़का या बालक का मतलब छोटा लड़का वही मतलब नहीं है. तो इस में भविष्यवाणी की सेवा की कुछ जानकारी नहीं, इस मामले में मैं बालक हूँ.
ദൈവത്തിന് വേണ്ടത് എനിക്ക് കഴിവില്ല എന്ന് പറയുന്നവരെയാണ്. परमेश्वर के सामने अपना आप को यही बोलने वाला, यानी मैं कुछ है ही नहीं, मेरा अंदर कोई खूबी नहीं, ऐसे लोगों को प्रभु ढूंढ रहा എനിക്ക് है. കഴിവില്ല എന്ന് പറഞ്ഞ മോശയാണ് ദൈവം തിരഞ്ഞെടുത്തത്. मेरा पास कोई सामर्थ्य नहीं, मूसा ने बोला, तो उस मूसा को प्रभु खड़ा किया और इस्तेमाल भी किया. ആരെല്ലാം കഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെ മാത്രമേ കർത്താവിന്റെ വേലയ്ക്ക് ഇന്നും ആവശ്യമുള്ളൂ. जो कोई ये मान लेते हैं और अंगीकार करते हैं मेरा अंदर कोई खूबी नहीं, केवल उसी प्रकार के लोगों को प्रभु खड़ा करेगा അപ്പോൾ सेवा के ഞാൻ लिए. ബാലനാണ് കഴിവില്ല എന്ന് പറഞ്ഞ ഇരമ്യാവിനെ ദൈവ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. मैं बालक हूँ, मेरा अंदर कोई खूबी नहीं, इरम्या ने जब मान लिया तब इरम्या को प्रभु खड़ा की. ആ ഇരമ്യാവിന് ദൈവം കൊടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്ത 7 കാര്യങ്ങളുണ്ട്. उस इरम्या को परमेश्वर सेवकाई की प्रति दी हुई 7 प्रकार की आशीषें हैं. എല്ലാ ദൈവദാസന്മാരും കുതിക്കൊണ്ട് കൊള്ളേണ്ട കാര്യമാണ്. सारे प्रभु के सेवक लोग इस बात को ध्यान रखना जरूरी है. അപ്പോൾ അടുത്ത സബ്ബഡിങ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇരമ്യാവിന് കൊടുത്ത 7 കാര്യങ്ങൾ. सेवकाई की आशीष के लिए परमेश्वर इरम्या को दिए हुए 7 विशेष आशीषें. शीर्षक लिखेगा, എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടുന്ന 7 കാര്യങ്ങൾ. सारे प्रभु के दासों के जीवन में ध्यान रखने वाला और पाने वाला 7 विशेष आशीष. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ നമുക്ക് തന്ന 7 കാര്യങ്ങൾ. इसे भी समझ सकता है कि जिस समय में सेवा के लिए बुलाया प्रभु ने दी हुई आशीषें. ഒന്നാം അധ്യായം 7-ാം വാക്യം. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇരമ്യാവിന് കൊടുത്ത ഒന്നാമത്തെ കാര്യം 1-ാം അധ്യായം 7-ാം വാക്യം. सेवकाई के लिए परमेश्वर इरम्या को दिए हुए पहला आशीष, इरम्या भविष्यवक्ता का पुस्तक पहला 7वां पद. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും. അവിടെ നിൽക്കട്ടെ. ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കൽ നീ പോകണം. जिस किसी के पास मैं तुझे भेजूंगा वहां तू जाएगा. ഇതിന് കൊടുക്കുന്ന പേര് ഡിവൈൻ കമ്മീഷൻ, ദിവ്യ നിയോഗം. हमें इसको जो एक नाम देंगे तो पवित्र समर्पण, നിയോഗം. अगुवाई. ഈ ഡിവൈൻ എന്ന് പറയുന്ന 7 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ദിവ്യ എന്ന് പറയുന്ന 7 കാര്യങ്ങളാണ് ദൈവം ഇരമ്യാവിന് കൊടുത്തത്. हमें पवित्र अगुवाई. ഇവിടെ ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കൽ വേണം നീ പോകാൻ ഒരു കമ്മീഷനാണ് ദൈവം ഇരമ്യാവിന് കൊടുക്കുന്നത്. जिस किसी के पास मैं तुझे भेजूंगा केवल उनके पास जाना, उसी प्रकार की एक विशेष अगुवाई. ഈ മോശെ ദൈവം വിളിച്ചപ്പോൾ ഇന്നലെ നമ്മൾ ആ വാക്യം കണ്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ അയക്കും. അതാണ് ഡിവൈൻ കമ്മീഷൻ, ദിവ്യമായ നിയോഗം. मूसा की जिंदगी के बारे में कलम ने देखा, प्रेरितों के काम 7:29 में हमें अब आ मैं तुझे भेजूंगा, वही अलौकिक अगुवाई. അപ്പൊ ശുശ്രൂഷകന്മാർക്ക് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം നിയോഗമാണ്. हमें परमेश्वर के दासों के लिए जो सबसे बड़ी और पहला आशीष ये कि परमेश्वर की ओर से अगुवाई, അത് ദൈവത്തിൽ നിന്നുണ്ടാകുന്ന നിയോഗമാണ്. वो परमेश्वर की ओर से आने वाला अगुवाई है. ഇനി 2, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഇരമ്യാവിന് ദൈവം കൊടുത്ത 2ാമത്തെ കാര്യം. इरम्या को परमेश्वर सेवकाई के प्रति दी हुई दूसरी आशीष. ആ 7-ാം വാക്യം പിന്നെയും വായിക്കാം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. അവിടെ നിൽക്കട്ടെ. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ കൽപ്പിക്കുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ സംസാരിക്കണം. जो कुछ मैं तुझे आज्ञा दूं वही तू कहेगा. ഡിവൈൻ മെസ്സേജ്, ദിവ്യമായ സന്ദേശം, अलौकिक संदेश. അപ്പോൾ 1 ഡിവൈൻ കമ്മീഷൻ, ദിവ്യമായ നിയോഗം. हमें पहला जो अलौकिक अगुवाई, 2 ഡിവൈൻ മെസ്സേജ്, ദിവ്യമായ സന്ദേശം. अलौकिक संदेश. दूसरा, അപ്പോൾ ദൈവം നമ്മളെ അയക്കുമ്പോൾ ദൈവം അതാത് സ്ഥലത്ത് പറയേണ്ടതായ സന്ദേശം ദൈവം നമുക്ക് തരും. परमेश्वर में जहां भेजेंगे वहां पर बोलने के लिए जो संदेश है वो प्रभु उसी घड़ी हमें देंगे. യോനായെ ദൈവം വിളിച്ച് തെരഞ്ഞെടുത്ത് നിനവയിലേക്ക് അയക്കുമ്പോൾ
അവന് കൊടുത്ത സന്ദേശം 40 ദിവസത്തിനകം സർവത്ര നാശം വരാൻ പോകുന്നു. यूना को परमेश्वर जब बुलाकर नियुक्ति की निनवे के खिलाफ संदेश देने के लिए वही संदेश दिया कि 40 दिन के अंदर उस शहर में बहुत बड़ी विपत्ति आने वाली യോന है. അത്ര പ്രസംഗിച്ചാ മതി. यूना केवल बस उतनी ही प्रचार करना था. നോഹയ്ക്ക് ദൈവം കൊടുത്ത ആ സന്ദേശം മഴ പെയ്യാൻ പോകുന്നു, പെട്ടകത്തിൽ പ്രവേശിക്ക്, നോഹ അത്രയും പറഞ്ഞാൽ മതി. नूह का परमेश्वर ने यही संदेश दिया कि बाढ़ आने वाला है, इसलिए जो कोई बचाने के लिए चाह रहे इस जहाज के अंदर आइएगा. नूह बस उतने ही प्रचार करना था. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ദൈവം ആരെയെല്ലാം ശുശ്രൂഷയ്ക്കായി വിളിച്ചിട്ടുണ്ടോ അവർക്ക് കൊടുക്കുന്ന സന്ദേശമുണ്ട്. अलग अलग समय पर परमेश्वर जिस किसी को सेवा के लिए खड़ा करता है परमेश्वर ने विशेष संदेश के साथ भेजेगा. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. हमें दिया वो संदेश ये कि हमें पृथ्वी की हर चौर पर हर मनुष्य मन फिर कर प्रभु की ओर मोड़े. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇരമ്യാവിന് കൊടുത്ത രണ്ടാമത്തെ കാര്യം ഡിവൈൻ മെസ്സേജസ്, ദിവ്യമായ സന്ദേശം. सेवकाई के लिए परमेश्वर यिर्मयाह को दी हुई दूसरा जो महत्वपूर्ण आशीष है कि अलौकिक संदेश. ഇനി മൂന്നാമത് കൊടുത്ത കാര്യം വാക്യം 8, 1-ാം അധ്യായം തന്നെ 8-ാമത്തെ വാക്യം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ ഞാൻ അരുളപ്പാട്. നിന്നോട് കൂടെയുണ്ട്, അതാണ് മൂന്നാമത്തെ കാര്യം. पहला अध्याय का 8वां पद पर ऐसे लिखा है कि मैं तेरा साथ हूँ. ഡിവൈൻ പ്രസൻസ്, ദിവ്യ സാന്നിധ്യം. अलौकिक उपस्थिति परमेश्वर की है. ദൈവം ആരെയെല്ലാം ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യമാണ് ഡിവൈൻ പ്രസൻസ്, ദിവ്യമായ സാന്നിധ്യം. परमेश्वर जिस किसी को सेवा के लिए बुलाया है उन्हें परमेश्वर अलौकिक उपस्थिति की वायदा भी किया है. മോശയെ ദൈവം വിളിച്ചപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 3:12, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പുറപ്പാട് 3-ാം അധ്യായം 12-ാം വാക്യം. അതിന് അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കണ്ടോ, മോശയെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ഡിവൈൻ പ്രസൻസ്, ദിവ്യ സാന്നിധ്യം, അത് ദൈവം മോശയ്ക്ക് കൊടുത്തു. മോശയെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. निर्गमन 3 की 12 में जब परमेश्वर मूसा को बुलाया वहां पर परमेश्वर ने वायदा किया कि मैं तेरा संग उपस्थित रहूंगा. മോശയ്ക്ക് ശേഷം ദൈവം എഴുന്നേൽപ്പിച്ച യോശുവ, ആ യോശുവയ്ക്കും ഇതേ കാര്യം തന്നെ ദൈവം കൊടുത്തു. मूसा का बाद सेवा के लिए प्रभु खड़ा किया वो यहोशू से भी परमेश्वर ने यही वायदा किया कि मैं तेरा साथ रहूंगा. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. കണ്ടോ, അവിടെ യോശുവയോട് പറയുകയാണ്, യോശുവയെ നിന്റെ ജീവകാലത്ത് ആരും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഡിവൈൻ പ്രസൻസ്, ദിവ്യമായ സാന്നിധ്യം. यहोशू पहला का 5वां पद पर परमेश्वर यहोशू से भी यही वायदा कर रहा है कि जैसे मैंने मूसा का संग रहा वैसा तेरा भी संग रहूंगा. ഇതേ കാര്യം തന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്കും കൊടുത്തു. यही बात यीशु अपने चेलों को जब बुलाया उन्हें भी यही वायदा किया है. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. അതിന് ഡിവൈൻ നിയോഗം എന്നാണ് പറയുന്നത്. കർത്താവ് സ്വകാരോണം ചെയ്യുമ്പോൾ അവിടെയും ഇതേ കാര്യം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചു. ശിഷ്യന്മാർക്കും ഇതേ കാര്യമാണ് കൊടുക്കുന്ന ഡിവൈൻ പ്രസൻസ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. मत्ती रचित सुसमाचार 28 अध्याय का 18 से 20 पद तक पढ़ेंगे. उसके समाप्ति में ये हमें यीशु मसीह अपने चेलों से ये वायदा किया कि दुनिया के अंत तक मैं तुम्हारा साथ रहूंगा. ദൈവദാസന്മാരായ നമുക്ക് ദൈവിക സാന്നിധ്യം
ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. हम परमेश्वर के दास लोग हैं. हमारा सेवा के लिए परमेश्वर दी हुई बड़ी आशीष है कि परमेश्वर की अलौकिक उपस्थिति. ഇനി 4 ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം യിരെമ്യാവിന് കൊടുത്ത 4-ാമത്തെ കാര്യം 9-ാം വാക്യം, 1-ാം അധ്യായം 9-ാം വാക്യം. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. അത്രയും മതി. ഡിവൈൻ ടച്ച്, ദിവ്യമായ സ്പർശനം. यिर्मयाह पहला अध्याय का 9 पद पर अलौकिक स्पर्शन. അവന്റെ നാവിനെ തൊട്ടു. അപ്പൊ ശുശ്രൂഷകന്മാർക്ക് വേണ്ടുന്ന 4-ാമത്തെ കാര്യം ദിവ്യമായ സ്പർശനം ദൈവത്തിൽ നിന്ന് വേണം. सेवकों के लिए जो सेवा के लिए जरूरतमंद चौथी आशीष यिर्मयाह के जीवन से हमने सीखा. पहला 9वां पद अलौकिक स्पर्शन. ഇത് യിരെമ്യാവിന് മാത്രമല്ല, യെശയ്യാവിനും ഈ ഡിവൈൻ ടച്ച് ദൈവം കൊടുത്തതാണ്. ये केवल यिर्मयाह के लिए नहीं, यशायाह नबी को भी परमेश्वर इस अलौकिक स्पर्शन को भी आशीष दी. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. കണ്ടോ, യിരെമ്യാവിന്റെ നാവെ തൊട്ടതുപോലെ ദേണ്ടേ യാഗപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് യെശയ്യാവിന്റെ നാവിനെയും തൊട്ടു. जैसे यिर्मयाह को परमेश्वर ने अलौकिक तरीके से स्पर्शन की, उसी प्रकार परमेश्वर यहोशू को भी छू कर आशीष दिया है. അപ്പോൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടുന്ന 4-ാമത്തെ കാര്യം ദിവ്യമായ സ്പർശനമാണ്. हमें सेवकों के लिए जो विशेष आशीष की जरूरत है वो ये कि अलौकिक स्पर्शन. ദൈവത്തിന്റെ ആ സ്പർശനം നമ്മുടെ വാക്കുകൾക്ക് മാറ്റം വരുത്തുന്നതാണ്. परमेश्वर जो अलौकिक तरीके से हमें स्पर्शन करेगा, उसके बाद हमारा बात में उस मीठापन बदलाव दिखाई ഈ देंगे. സ്പർശനം പ്രാപിച്ച വ്യക്തിയാണ് ദാനിയേൽ പ്രവാചകൻ. इसी प्रकार परमेश्वर के स्पर्शन पाया हुआ व्यक्ति है दानियेल അവൻ भविष्यवक्ता. വിതച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കരം അവനെ തൊട്ടു. वो कांपते हुए परमेश्वर की उपस्थिति में खड़ा रहा, तब परमेश्वर के हाथ उनको छू ഈ लिया. സ്പർശനം അനുഭവിച്ച വ്യക്തിയാണ് യെഹെസ്കേൽ പ്രവാചകൻ. इसी प्रकार परमेश्वर के अलौकिक स्पर्शन पाया वो दूसरा व्यक्ति है यहेजकेल ഒരു भविष्यवक्ता. കരം അവനെയും തൊട്ടു. एक हाथ यहेजकेल के ऊपर भी आया. അപ്പോൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടുന്ന 4-ാമത്തെ കാര്യം ഡിവൈൻ ടച്ച്, ദിവ്യമായ സ്പർശനം. सेवकों के लिए जो विशेष आशीष की जरूरत, चौथी बात यही है कि अलौकिक स्पर्शन परमेश्वर की ओर से. ഇനി 5-ാമത്തെ കാര്യം, ആ 9-ാം വാക്യം ആദ്യം തൊട്ട് ഒന്നും കൂടെ ഒന്ന് വായിക്കാം. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. അത്രയും മതി. എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഡിവൈൻ വേർഡ്സ്, ദിവ്യമായ വാക്കുകൾ. ഡിവൈൻ വേർഡ്സ്, ദിവ്യമായ വാക്കുകൾ. अब यिर्मयाह पहला अध्याय का 9वां पद पर ऐसे लिखा है कि अलौकिक वचन परमेश्वर यिर्मयाह को दिया. ഈ ഡിവൈൻ മെസ്സേജ് നമ്മളത് 2-ാമത്തെ പോയിന്റ് ആയിട്ട് കണ്ടു. ഡിവൈൻ മെസ്സേജും ഡിവൈൻ വേർഡ്സും രണ്ടും രണ്ടാണ്. जो अलौकिक संदेश और अलौकिक वचन दोनों एक नहीं है, वो अलग अलग है. ഡിവൈൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സന്ദേശമാണ്, ഒരു ദൂതാണ്. അത് നമ്മൾ പ്രസംഗിക്കുന്നു. ഇപ്പം ഇവിടെ എന്ത് പ്രസംഗിക്കണം, ക്ലാസ് എടുക്കണം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സന്ദേശം ചുമ്മാ ഈ കൊതനക്കാനെ ശിമനെ പഠിപ്പിക്കുകയല്ലല്ലോ, പല പോയിൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു പ്രകാശനം എനിക്ക് കിട്ടി. അപ്പം അത് ഞാൻ അത് ഡിവൈൻ മെസ്സേജാണ്. നമ്മൾ സഭയെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ഒരു മെസ്സേജ് ദൈവം നമുക്ക് തരും. हम जिस कलीसिया में प्रचार करने के लिए प्रभु हमें खड़ा करेंगे, वहाँ पर कौन सी संदेश प्रचार करना है परमेश्वर में जरूर देगा. जैसे प्रभु की दास यहाँ का बाइबल क्लास के लिए प्रार्थना करते वक्त कुरेनी शिमोन की जीवन की आशीषों के बारे में जो प्रकाशन दिया, उसी प्रोग्राम में भी प्रकाशन देंगे. ആ മെസ്സേജ് പറയേണ്ടത് ഡിവൈൻ വേർഡ്സ്, ദിവ്യമായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. उस संदेश दूसरों तक पहुंचाने के लिए अलौकिक वचनों को हमें इस्तेमाल करना जरूरी है. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ ഞാൻ അമേരിക്കയിൽ
ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് വന്നൊരു കത്തദാസനാന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. जब प्रभु के दास अमेरिका में मैं था तब केरला से प्रभु के दास अमेरिका में आकर प्रचार किए. प्रभु के दास ने सुना है. അപ്പം അദ്ദേഹം ഈ റൂത്തിൻ്റെ വിഷയമായി പ്രസംഗിക്കുന്നത്. उस प्रभु के दास रूत के बारे में प्रचार कर रहा था. അപ്പോൾ ഏലിമേലേക്ക് ഈ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി. एलीमेलेक बेथलेहम से मोवाब की ओर गया. ആ തീരുമാനം കട്ടപ്പുകയായി. കട്ടപ്പുകയെന്ന് പറഞ്ഞത് ട്രിവാൻഡ്രം ഭാഷയാണ്. जो बेथलेहम से जो मोवाब की ओर जाया, हमें वहाँ पर एक विशेष शब्द इस्तेमाल किया है, वो हमारा कोलोकियल लैंग्वेज ट्रिवांड्रम के. ഡൽഹിക്കാത് കേട്ട് കാണത്തില്ല കട്ടപ്പുക. ട്രിവാൻഡ്രം അപ്പൊ ഇദ്ദേഹം പറയുക दिल्ली वाले शब्द सुना नहीं होगा. കട്ടപ്പുകയായി. उन्होंने बोला कि बस वो गलत निर्णय था. എന്നിട്ട് ഇദ്ദേഹം പ്രസംഗം പിന്നെയും തുടരുക. और आगे प्रचार इसी प्रकार कर रहा था. എന്നിട്ട് ഇവര് മോവാബിൽ ചെന്ന കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എലീമേലേക്ക് വടിയായി. मोवाब में पहुंचने के कुछ दिनों के बाद एलीमेलेक बस मर गया. മർഗയല്ല, അത് ട്രിവാൻഡ്രം ഭാഷയ വടിയാവുക. हमें जो लाठी के जैसे हो गया. हमें കുറച്ച് കാണിച്ചപ്പോൾ മകളോൻ വടിയായി, കില്ലിയോൻ വടിയായി. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. हमें उसी प्रकार को जो शब्दों को प्रभु के दास इस्तेमाल किया, हमें हंसी भी आया, बस चिंता भी आ गया. അപ്പം അത് ഡിവൈൻ വേർഡ്സ് അല്ല. ओ अलौकिक वचन नहीं है. ഈ കൊളോക്കിയൽ ഭാഷയുണ്ട്, നാട്ടുഭാഷയുണ്ട്. അതല്ല ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കേണ്ട വാക്ക്. हमारा जो स्वदेशी जो भाषा है वो सेवाई में इस्तेमाल ना करे, वचन में जो लिखी वही बात इस्तेमाल कीजिए. ഒരിക്കൽ ഞാനും കൂടെ ഇരിക്കുന്ന സദസ്സിൽ ഈ നമ്മളെല്ലാം പി എം ജിക്കാരാണ്. പി എം ജിക്കാരനായ ഒരു ശുശ്രൂഷൻ പ്രസംഗിക്കുക, മുഖപത പറയുക, പിന്നെ ഞാനാ പ്രസംഗിക്കേണ്ട. हमें प्रभु के दास एक संदेश एक जगह में देना था, उसकी जो परिचय करना के लिए हमारा संस्था का दूसरे प्रभु के दास खड़ा हो गया. അപ്പം അദ്ദേഹം പറയുകയാണ്, നീ പിന്മാറ്റത്തിൽ പോയാൽ ദൈവം നിന്നെ പിടിച്ച് ഒരു പള്ളം ഇടിയിടിക്കും. അതും ട്രിവാൻഡ്രം ഭാഷയാ, ഒരു പള്ളം ഇടി. हमें तो प्रभु की महिमा से पीछे हट गया तो परमेश्वर तुझे पकड़ के जबरदस्ती मारेंगे. അത് ഈ പുനലുകാരികാരൊന്നും കേട്ടിട്ടില്ല ഒരു പള്ളം ഇടി. शायद केरला की जो मध्य पूर्व मतलब जगह में रहने वाला सुना नहीं होगा शब्द. അപ്പം ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തെ മാറ്റിയത് എന്താ ഈ പറഞ്ഞു ഒരു പള്ളം ഇടിയോ? ഇതാണോ പറയേണ്ടത്? നീ പിന്മാറ്റത്തിൽ പോയാൽ ദൈവം നിന്നെ ശിക്ഷിക്കും, ഇതല്ലയോ പറയേണ്ടത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ നാട്ടിൽ പറയുന്ന ഭാഷയാ, ഞാൻ ഇനി മേലാൽ ഇതൊന്നും പറഞ്ഞേക്കെന്ന് പറഞ്ഞു. सेवागाई के बाद प्रभु के दास ने उनको बुलाकर बोला, इसी प्रकार का बातचीत ना करे, हम उत्तम भाषा इस्तेमाल कीजिए. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതാണ് ഡിവൈൻ വേർഡ്സ്. എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഡിവൈൻ വേർഡ്സ് ദിവ്യമായ വാക്കുകളാണ് നമ്മൾ ദിവ്യമായ മെസ്സേജിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. मैं मेरा वचन तेरा अंदर दिया है, उसको अलौकिक तरीके से इस्तेमाल करना हमारा जिम्मेवारी है. യേശുവിൻ്റെ വാക്കുകളെ പറ്റി പറയുന്നിടത്ത് അവൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. यीशु के जो शब्दों के बारे में वचन में लिखा है कि वो बहुत मिठास और सुंदर वचन थे. അപ്പൊ ശുശ്രൂഷയ്ക്ക് ദൈവം നമുക്ക് തരുന്നതായ അഞ്ചാമത്തെ കാര്യം ഡിവൈൻ വേർഡ്സ്, ദിവ്യമായ വാക്കുകൾ ദൈവം നമ്മുടെ നാവിൽ തരും. सेवागाई के लिए परमेश्वर हमें देने वाला पांचवा जो महत्वपूर्ण आशीष है कि अलौकिक वचन है. ഇനി ആറാമത്തെ കാര്യം, ഇരമ്യാവിന് ശുശ്രൂഷയ്ക്ക് ദൈവം കൊടുത്ത ആറാമത്തെ കാര്യം വാക്യം 10-ാം വാക്യം. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഡിവൈൻ മിഷൻ, ദിവ്യമായ ദൗത്യം. हमें इरम्या पहला अध्याय का 10वां पद वहां पर परमेश्वर ने नियुक्त किया है, ऐसे शब्द इस्तेमाल किया गया. ഈ കമ്മീഷൻ വേറെ മിഷൻ വേറെ. जो मिशन और कमीशन ये दोनों में കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയോഗമാണ്. ഒരു നിയോഗം കിട്ടുന്നു, ആ നിയോഗത്തിൽ നമ്മൾ പുറപ്പെടുന്നു. कमीशन का मतलब है एक अगुवाई हमें मिलती है, उसी के हिसाब से चलती है. ഇപ്പം ദൈവം നിങ്ങൾക്കൊരു നിയോഗം തന്നാണ് ഡൽഹിയിൽ വന്ന് പ്രവർത്തിക്കുന്നത്. परमेश्वर आपको एक अगुवाई दी, उसी के अनुसार आप दिल्ली में आकर सेवा कर रहा അല്ലാതെ है. യാദൃച്ഛികമായിട്ട് വന്നതല്ല. ഒരു നിയോഗം ഉള്ളിൽ ദൈവം തന്നു,
അത് ആ നിയോഗം പ്രാപിച്ചു വന്നു. അതാണ് കമ്മീഷൻ, ആ നിയോഗം. आप अचानक दिल्ली में नहीं आया, परमेश्वर ने आपको क्या गुवाही दी, उसी के मुताबिक यहाँ पर आकर रहकर सेवा कर അപ്പോൾ रहे हो। ഇവിടെ വന്നു. പിന്നെ വേണ്ടത് മിഷനാണ്. എന്താണ് ദൗത്യം? ഇവിടെ എന്ത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്? यहाँ पर आने के बाद हमें मिशन के बारे में हमें जानकारी जरूरी है कि हमें क्या करना है, कैसे करना है। സുവിശേഷകന്റെ വേലയാണോ, ഇടിയന്റെ വേലയാണോ, അപ്പോസ്തലന്റെ വേലയാണോ, പ്രവാചകന്റെ വേലയാണോ? അത് പിന്നെ പ്രാപിച്ചെടുക്കേണ്ടതാണ് ഡിവൈൻ മിഷൻ, ദിവ്യമായ ദൗത്യം. क्या मैं सुसमाचारक का सेवा करूं या भविष्यवक्ता का सेवा करूं या रखवाला का सेवा करूं, ये हमें प्रार्थना के दौरान समझकर उसी के मुताबिक आगे चलना चाहिए। അപ്പോൾ ഈ ഇരമ്യാവിന് കൊടുത്തിരിക്കുന്ന ആ ഡിവൈൻ മിഷൻ ശ്രദ്ധിച്ചോ? നിർമൂലമാക്കണം, പൊളിക്കണം, നശിപ്പിക്കണം, ഇടിച്ചു കളയണം. जो यिर्मयाह അതങ്ങോട്ട് തീർന്നില്ല. പിന്നെന്ത് ചെയ്യണം? यिर्मयाह को दिए हुए विशेष जो हमें नियुक्ति 10 पद के अंदर है कि हमें गिराने और ढा देने के लिए और नष्ट करने के लिए और काट डालने के लिए या उन्हें बनाने रोपने के लिए है। ചിലത് ആദ്യത്തെ ഭാഗം മാത്രം ചെയ്യും, ഇടിക്കുക, പൊളിക്കുക, നശിപ്പിക്കുക. हमें कुछ लोग तो पहला भाग करता है, हमें ढा देना, नष्ट करना, बर्बाद करना, പിന്നെ പണിയത്തില്ല. फिर दोबारा बनाएंगे नहीं, ഇടിച്ച് പൊളിച്ചിട്ടേച്ചു പോകും. हम उसको तोड़ फोड़ करके बस चले जाएंगे। അത് സഭാ ശുശ്രൂഷന്മാർ ചെയ്ത് കഴിയും, ഇടിച്ചു കളയും. कुछ प्रभु के सेवक लोग भी ऐसे करता है। അങ്ങ് നിന്നെ ദൈവം പൊളിക്കും, തകർക്കും. അപ്പോൾ അതിനെപ്പറ്റി ഈ പാസ്റ്റർ കെ ജോയി പറയുന്നത് കമൻ്റുണ്ട്. ഇന്നത്തെ ചില ശുശ്രൂഷകന്മാർ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാണ്. हमें पास्टर के जोई जी इस बात के बारे में ऐसे मजाकी से कभी कभार बोलता है कि आज का प्रभु के दास लोग दोपहर को नाश करने वाला सेवा करते हैं। കാരണം സഭായോഗത്തിന് സാക്ഷിയെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഈ പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്ന സമയം ഒരു 12 മണി സമയം. प्रभु की दास हमें गवाही के बाद 12 बजे करीब करीब प्रचार के लिए खड़ा होता है। അതൊരു സംഹാരമാണ്. അതാണ് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. हमें वो खत्म करने वाला एक संदेश है, इसलिए इसे बोलता है। ഈ മുറിവേറ്റ് വേദനിച്ച് പടഞ്ഞ ഓരോരുത്തർ സഭായോഗത്തിന് വരുന്നത്. हृदय के अंदर चोट लेकर अलग अलग समस्या लेकर कलीसिया में आराधना के लिए लोग आते हैं। ശുശ്രൂഷൻ ആ മുറിവിലെ വെച്ച് ഇല്ല ഈ മുളകും കൂടെ തേച്ച് വിട്ടാൽ അങ്ങനെ ഇരിക്കും. हमें उसके चोट के ऊपर जैसे मिर्ची लगाकर प्रभु के दास लोगों ने वापस भेजेंगे तो कैसे लगेंगे। ശുശ്രൂഷകന്റെ ദൗത്യം മുറിവുകളെ കെട്ടണം, ആശ്വസിപ്പിക്കണം, തണുപ്പിക്കണം. एक प्रभु के दास की जिम्मेवारी चोट पहुंचाना नहीं, चोट को मरम पट्टी करके ठीक कराना है। ഇടിയന്റെ ശുശ്രൂഷയാണ് ശുശ്രൂഷന്മാർ ചെയ്യുന്നത്. हमें जो रखवाला की सेवकाई हमें रखवाला जरूर कीजिए। 23-ാം സങ്കീർത്തനത്തിൽ ആട് പറയുന്നുണ്ട്, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. हमें 23वें संगीता का अंदर हमें मतलब भेड़ का रहे कि मेरा चरवाहा मेरा सर पर तेल मल कर मुझे आशीष देता है। അതെന്തിനാ ഈ ആടിന്റെ തലയിലെ ഇടിയന് എണ്ണ ഒഴിക്കുന്നത്? എന്തിനാ? क्यों इस भेड़ के सर पर रखवाला यानी हमें चराने वाला चरवाहा तेल क्यों डालते हो? 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ആടിന്റെ തലയിൽ എണ്ണ ഒഴിക്കുന്നത്. 3 कारण है इस भेड़ के सर पर तेल डालने का। ഒന്ന്, ഈ വനത്തിലൊക്കെയാണ് ആട് മേയുന്നത്. അപ്പോൾ അവിടെ ചില ഈച്ചകളുണ്ട്. ഈ ഈച്ചകൾ ഈ ആടിൻ്റെ ചെവിയിലും മൂക്കിലും ഒക്കെ കയറി മുട്ടയിടും. അങ്ങനെ ഈ ആടുകൾ കൂട്ടത്തോടെ ചത്തുപോകും. हमें जब जंगल में जो जंगल से होकर वापस आते वक्त हमें कुछ प्राणियां उनके शरीर में नुकसान कर सकता है कि अंडा डालकर उन्हें नुकसान करेगा। അപ്പോൾ ഔഷധ വീര്യമുള്ള എണ്ണ പൂശും ഈച്ച പറ്റാതിരിക്കാൻ. जो दवाई के रूप में तेल को लगाकर उन्हें मदद करते हैं। പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ തലയിൽ ഒഴിച്ചിരിക്കുന്നത് ഈച്ചയാകുന്ന പിശാച് നമ്മളോട് അടുക്കാതിരിക്കാനാണ്. हमारे ऊपर भी परमेश्वर पवित्र आत्मा रूपी तेल को इसीलिए उंडेला है कि इस दुनिया के अलग अलग प्रकार की बुरी आत्माओं से हमें बचाकर सुरक्षित रखे। ഈ എണ്ണ ഒഴിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം, ചില അനുസരണം കേട്ട ആടുകൾ വഴിതെറ്റി മുള്ളിൻ്റെ ഇടയിലൊക്കെ വീണ് ദേഹത്തെല്ലാം കൂടെ മുറിവുണ്ടാക്കി വരും. इस तेल लगाने के दूसरा का कारण ये है कि कुछ भेड़े ऐसे कि झाड़ियों के बीच में घुसकर उसकी कांटा लगने की वजह से चोट लगता है। അപ്പോൾ ആടുകളെ എണ്ണി ആലയത്തിലേക്ക് കയറ്റുമ്പോൾ ചില ആടുകളുടെ ദേഹത്തും തലയിലെല്ലാം മുറിവാണ്, ചോര ഒലിപ്പിച്ചാണ്ട് വരും. कुछ भेड़ों को जब अंदर लेकर चलते वक्त उनके शरीर में खून दिखाई देती है। അനുസരണം കേട്ടവനെ, നീ എങ്ങോട്ടാ പോയത്? എൻ്റെ പുറകാലെ വരുന്നതിന് പകരം നീ ഇവിടെ പോയി ചോര ഒലിപ്പിച്ച് അനുഭവിച്ചോ എന്നല്ല പറഞ്ഞ
ഇടയൻ ചെയ്യുന്നത് ഈ ആടുകളെ മാറ്റി നിർത്തും. तो मेरा बातों से मुखर कर तू कहाँ कहाँ चला गया, ऐसे करके उसको इनकार नहीं करेंगे, उन्हें पकड़ के तेल लगाकर साथ ले चलेंगे. ഈ മുറിവുകൾ പഴുക്കാതിരിക്കാൻ ആ മുറിവിൽ എണ്ണ പറ്റും. इस जो चोट हल्का लग गया वो बड़ा चोट में बदलने से रोकने के लिए तेल लगाकर. അപ്പോൾ രണ്ടാമത് എണ്ണ ഒഴിക്കുന്നത് മുറിവ് അത് പഴുക്കാതിരിക്കാൻ മുറിവ് പൊതിപ്പിക്കാനാണ് ഈ എണ്ണ പകരുന്നത്. शरीर में लगी हुई चोटों को ठीक कराने के लिए तेल लगाकर उसकी हमें रखवाल उन्हें आशीष करता है. ഇനി മൂന്നാമത് എണ്ണ പൂശുന്നതിന്റെ കാരണം ഈ ആടാണോ വിശേഷിച്ച് മുട്ടനാടാണോ, രണ്ട് മുട്ടനാട് കണ്ടാൽ സൂക്ഷം ഇടി പ്രതീക്ഷിക്കാം. जो भेड़ों में जो मेल है वो दो एक साथ मिलेगा तो आपस में टकराव जरूर होती है. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിന്ന് കൂട്ടിയിടിക്കും. हमें आपस में चेहरा में देकर एक साथ मारने का जो काम करता है സംഭവിക്കുന്നത് തല പൊട്ടു. हमें सर पर चोट लगता है. ഇത് അറിയാവുന്ന ഈ ഇടയനുണ്ടല്ലോ, ഈ ഈത്തങ്ങളുടെയൊക്കെ തലയിൽ എണ്ണ പൂശി അങ്ങ് വിടും. हमें इसका जो चरवाह को पता है इस बात, इसलिए हमें तेल लगाकर उन्हें भेजता നമ്മ है. ഇടിച്ചാലും എണ്ണ കൊണ്ട് ഇടി തിന്നി പോവും. हमें जब तेल लगा हुआ है इसलिए यदि आपस में मारपीट करे तो भी जोर नहीं लगेगा, वो फिसल जाएंगे. അപ്പൊ ആടാണോ മുട്ടനാടാണോ ശുശ്രൂഷകനാണോ, രണ്ട് ശുശ്രൂഷന്മാർ കണ്ടാൽ പിന്നെ സൂക്ഷം ഇടി പേടി സൃഷ്ടിക്കാം. हमें दो प्रभु के दास लोग आपस में मिलेगा तो बस गया काम. ഈ തല പൊട്ടിക്കുന്ന ഇടിയൊന്നും ഇടിക്കാതിരിക്കണം. हमें मारने में दिक्कत नहीं, लेकिन चोट इतने बुरी तरीके से लगने लायक मार मत कीजिएगा. മൂന്നാല് ഇടി കഴിയുമ്പോഴത്തേക്കും തലയിൽ എണ്ണ പോവും, പിന്നെ എണ്ണ പൂശിക്കോണം തലയിൽ. हमें कुछ देर के बाद तेल तो निकल जाएगी, उसके बाद दोबारा तेल लगने के लिए समर्पित करें. അപ്പൊ നിർമൂലമാക്കുക, ഇടിക്കുക, അവിടെ കൊണ്ട് തീർക്കുകയല്ല, പണിയണം. हमें गिराना और ढा देना, नष्ट करना, काट डालना केवल नहीं, बनाने की सेवा भी करिएगा. പണിയാൻ കഴിയാത്തവർ ഇടിക്കാൻ പോകരുത്. जो कोई बनाने में सामर्थ्य नहीं वो कभी तोड़ने का सेवा भी नहीं करे. ഇടിച്ചിട്ടുണ്ടോ അതിനെ പണിതിരിക്കണം. यदि आपने नष्ट किया, तोड़ फोड़ किया तो पक्का आपको बनाने का പണിയാൻ सेवा भी വേണ്ടി करना है. മാത്രമേ ഇടിക്കാവൂ. केवल बनाने के लिए ही तोड़ना है. അതാണ് ഡിവൈൻ മിഷൻ, ദിവ്യമായ ദൗത്യം. हमें अलौकिक नियुक्ति. ഇനി ഏഴാമത് ഒടുവിലായി ശുശ്രൂഷയ്ക്കായി ദൈവം ഇരമ്യാവിന് കൊടുത്ത കാര്യം. हमें यिर्मयाह को परमेश्वर दी हुई आशीष में सातवां बात 17, 18, 19 വാക്യങ്ങളോ എല്ലാം ഒന്നാം അധ്യായത്തിൽ നിന്നാണ്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാം അധ്യായം 17 വാക്യം മുതൽ 19 വാക്യം വരെ. इसलिए तू अपने कमर कसकर उठ और जो कुछ कहने की मैं तुझे आज्ञा दूं वही उनसे कह. तू उनके मुंह को देखकर ना घबराना, ऐसा ना हो कि मैं तुझे उनके सामने घबरा दूं. क्योंकि सुन, मैंने आज तुझे इस सारे देश और यहूदा के राजाओं, हाकिमों और याजकों और साधारण लोगों के विरुद्ध गढ़वाला नगर और लोहे का खंभा. അവിടുത്തെ ഒരു വാചകം ശ്രദ്ധിച്ചോ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. 19वां पद पर ऐसे लिखा कि वे तुझसे लड़ेंगे तो सही, परंतु तुझ पर प्रबल नहीं होंगे, क्योंकि बचाने के लिए मैं तेरा साथ हूँ. ഡിവൈൻ പ്രൊട്ടക്ഷൻ, हमें ദിവ്യമായ സൂക്ഷിപ്പ്. अलौकिक सुरक्षा. അപ്പോൾ ഏഴാമത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇരമ്യാവിന് കൊടുക്കുന്നത് ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദിവ്യമായ സൂക്ഷിപ്പ്. सेवकाई के लिए परमेश्वर यिर्मयाह को दी हुई सातवां महत्वपूर्ण आशीष ये कि अलौकिक सुरक्षा. ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് വ്യക്തിക്കും വലിയവനായ ദൈവം കൊടുക്കുന്ന 7 കാര്യങ്ങളാണ്. सेवकाई के लिए जिन जिन व्यक्तियों को प्रभु चुनेंगे उन सभी प्रभु के दासों को प्रभु ये सारे आशीष देंगे. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും കർത്താവ് തന്നിരിക്കുന്ന 7 കാര്യങ്ങൾ. यहाँ पर बैठने वाला प्रत्येक प्रभु के दासों को भी परमेश्वर यही आशीष दी है. ഇന്നലെ രാത്രിയിൽ പുതിയ ചെറിയാച്ചനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി ഞങ്ങൾ. कल रात को चिरियाचन के घर पे चंद क्षण प्रार्थना के लिए गए थे. അവിടെ ഒരു ചെയ്ത ആലോചന കൊടുത്തത് 121 സങ്കീർത്തനമാണ്. 121 भजन संहिता से कुछ संदेश वहां पर पवित्र आत्मा ने दिया. 121 സങ്കീർത്തനത്തിൽ
ഈ ഡിവൈൻ പ്രൊട്ടക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. 121वां भजन संहिता के अंदर अलौकिक सुरक्षा के बारे में बताया നമുക്ക് गया. ആ സങ്കീർത്തനം ഒന്ന് വായിക്കാം. ഇന്നലെ അവിടെ ഓർപ്പിച്ച കാര്യമാണ്. 121 സങ്കീർത്തനം ഒന്ന് എടുത്തേ. 121 സങ്കീർത്തനം. നിങ്ങൾക്ക് ശുശ്രൂഷന്മാരാണല്ലോ, സഭായോഗത്തിനൊക്കെ ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കാം. 121वां भजन संहिता. നമുക്ക് എല്ലാവർക്കും ഹിന്ദിയിലോ മലയാളത്തിലോ ഒക്കെ എല്ലാം കാണാതെ അറിയില്ല. ഞാൻ എൻ്റെ കണ്ണുപദങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സങ്കീർത്തനം നമുക്കെല്ലാവർക്കും കാണാതെ അറിയാം. ഒന്ന് വായിച്ചേ ആദ്യം തൊട്ട് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന്. सभी मिलकर 121वां भजन संहिता कोई भी भाषा में हो मिलकर ഞാൻ पढ़ेंगे. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സഹായിയോടെ ഒന്ന് വരും. എൻ്റെ സഹായ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ എന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാനോ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. തൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്തിന് തണൽ. നിന്നെ ബാധിക്കയില്ല. യഹോവ ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആവനത്തെയും. അതിൻ്റെ തലക്കെട്ട് കണ്ടോ? ആരോഹണ ഗീതം എന്ന് എഴുതിയേക്കുന്ന കണ്ടോ? उसके जो शीर्षक है यात्रा की गीत. ഈ 120 സങ്കീർത്തനം തൊട്ട് 134 സങ്കീർത്തനം വരെ 15 സങ്കീർത്തനങ്ങളുടെയും തലക്കെട്ട് അങ്ങനെയാണ്. 120वां भजन संहिता से लेकर 134वां भजन संहिता तक जो जितने भजन संहिता है 15 है, उनका शीर्षक है कि यात्रा का അപ്പോൾ गीत. 150 സങ്കീർത്തനങ്ങളിൽ ഈ 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളാണ്. 150 भजन संहिताओं से 15 भजन संहिता यात्रा गीत के नाम से जाना जाता है. ആരോഹണ ഗീതം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ ആ കാലത്ത് ശീലോവിൽ പിന്നെ യെരൂശലേമിൽ അവിടെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ പാടുന്ന പാട്ടുകളെയാണ് ആരോഹണ ഗീതം എന്ന് പറയുന്നത്. यहूदी लोग शीलो है, वो बाद में यरूशलेम में जब आराधना के लिए मंदिर की ओर जाते वक्त एक गीत गाकर जाता था, इसलिए इसको यात्रा के गीत नाम से जाना जाता है. അവരെ വീട്ടിൽ വെച്ച് ഈ പാട്ട് പാടും. घर पर जब रखते वक्त भी इस गीत गाते हैं. ഈ വീട്ടിൽ വെച്ച് പാടിയതാണ് 122 സങ്കീർത്തനം. അത് ആരോഹണ ഗീതമോ? ഒന്നാം വാക്യം കണ്ടോ? जब घर पर थे उस समय पर उन लोगों ने इस गीत गाया. 122वां. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ കണ്ടോ? जब लोगों ने मुझसे कहा आओ हम यहोवा के भवन को चले, तब मैंने आनंदित हुआ. അപ്പം ആലയത്തിൽ പോയില്ല, ആലയത്തിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. जब मंदिर में गया नहीं, मंदिर जाने की तैयारी में थे. അപ്പം വഴി കൂടെ ഇങ്ങനെ ഗണഗണമായിട്ട് ഇവരെല്ലാം കൂട്ടത്തോടാണ് ഈ ആലയത്തിൽ പോകുന്നത്. उस समय पर लोग भीड़ बनाकर इकट्ठा मंदिर में की ओर जाता था. ഈ വഴിയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വിളിച്ചു ചോദിക്കുക, ഒരുങ്ങിയില്ലയോ, പെട്ടെന്ന് ഒരുങ്ങ, ബാ നമുക്ക് ആലയത്തിൽ പോകാം. ഇത് പറഞ്ഞപ്പോൾ ഈ അകത്ത് നിന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. जो लोग पहले से तैयार होकर मंदिर की ओर जा रहे थे, उन लोगों ने बाकियों से पूछा कि आप तैयार नहीं, जल्दी आएगा, मंदिर जाएंगे. ये सुनकर उनका हृदय के अंदर आनंदित हुआ. അപ്പോൾ ആ സങ്കീർത്തനം വീട്ടിൽ നിന്ന് പാടിയ പാട്ട്, ആരാധനയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയ്ക്ക് പാടിയ പാട്ടാ. 122वां भजन संहिता घर के अंदर जो तैयारी के बीच में गाया वो गीत है. ഇനി 133 സങ്കീർത്തനം ആരോഹണ ഗീതമാണ് തലക്കെട്ടില്. ഇത് അങ്ങ് ആലയത്തിൽ ചെന്ന ശേഷം പാടുക. 133वां भजन संहिता वो भी यात्रा का गीत है. वो मंदिर में जाने के बाद गा रहा है. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ആലയത്തിൽ ചെന്ന് ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരം. 133 का पहला पद देखो, यह क्या ही भली और मनोहर बात है कि भाई लोग आपस में मिले रहे. ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം. वही सोच वचन के अंदर लिखी वो हमारे अंदर भी आए. നമ്മുടെ നാട്ടിൽ ചിലതുണ്ട്. ഈ അപ്പം ചിലപ്പം ചിലർ വരാതിരിക്കും. അപ്പം പിന്നെ ഉള്ളവിടെ അദ്ദേഹം വരാഞ്ഞതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് സന്തോഷമായിരുന്നു. हमें कभी कभार हमें इससे बोलता है कि वो भलाना व्यक्ति आराधना में आज आया नहीं, इसलिए मीटिंग बहुत आशीष था. വന്ന് പോയാൽ പിന്നെ തലവേദനയായി. यदि आ गया तो बस गया काम. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരം. हमें भाई लोग मिल आपस में मिले रहना कितनी मनोहर और खुशी की बात है. ഇനി ഒടുവിലത്തെ ആരോഹണ ഗീതം 134 സങ്കീർത്തനം. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി. അപ്പോൾ ആലയത്തിൽ വെച്ച് പാടുന്നു. हमें 134 का भी पहला भजन, हे यहोवा के सब सेवकों सुनो, तुम जो रात को यहोवा के भवन में खड़े रहते हो. അപ്പോൾ വീട്ടിൽ വെച്ച് പാടി, വഴിനീളപ്പാടി, ആലയത്തിൽ ചെന്ന ശേഷം പാടി. घर पर गाया है, रास्ता में गीत गाया, मंदिर में पहुंच कर भी गीत गाया है. അതുകൊണ്ടാണ് ഈ 15 സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതം എന്ന് പറയുന്നത്. इसलिए इस 15 भजनों को हमें यात्रा का गीत नाम से जाना जाता ആരോഹണ है. ഗീതങ്ങളിലെ താക്കോൽ വാക്ക്
സമാധാനം. हमें जो यात्रा गीतों के अंदर की जो कुंजी शब्द है शांति. സമാധാനം എന്ന വാക്ക് 7 പ്രാവശ്യം ഈ ആരോഹണ ഗീതത്തിന്റെ അകത്തുണ്ട്. जो शांति शब्द इस यात्रा के गीतों के अंदर 7 बार लिखी हुई है. 120 സങ്കീർത്തനം 1-ാമത്തെ ആരോഹണ ഗീതം അതിൻ്റെ അകത്ത് 2 സ്ഥലത്തുണ്ട് സമാധാനം. 6-ാം വാക്യം വായിച്ച് 6-ാം വാക്യം 120 भजन संगीता के जो छठे पद സമാധാന ദോഷിയോട് കൂടെ പാർക്കുന്നത്. സമാധാന ദ്വേഷി, സമാധാന ദ്വേഷി. हमें ആ मेल के बैरियों के साथ बसना पड़ा है. ഇനി 7-ാം വാക്യം ഞാൻ സമാധാന പ്രിയനാവും. അപ്പോൾ 1-ാമത്തെ ആരോഹണ ഗീതത്തിൽ സമാധാനം എന്ന വാക്ക് 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 120 भजन संगीता के अंदर जो शांति या मेल शब्द छठे और 7वां 2 पदों में 2 बार लिखी है. ഇനി 122-ാം സങ്കീർത്തനം ആരോഹണ ഗീതമാണ്. അതിൻ്റെ അകത്ത് 3 സ്ഥലത്ത് സമാധാനം എന്ന വാക്കുണ്ട്. 122वां भजन संगीता भी यात्रा का गीत है. उसी के अंदर मेल या शांति शब्द 3 बार है. 6-ാം വാക്യം യെരുശലേമിന്റെ സമാധാനത്തിനായി. അത്രയും മതി, നമുക്ക് ആ സമാധാനം കിട്ടിയാൽ മതി. കണ്ടോ, യെരുശലേമിന്റെ സമാധാനം. छठे पद यरूशलेम की शांति. ഇനി 7-ാം വാക്യത്തിലുണ്ട്. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും. കണ്ടോ, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം. 7वां पद तेरी शहरपना के भीतर शांति. ഇനി 8-ാം വാക്യത്തിലുണ്ട്. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ നിന്നിൽ സമാധാനം. 8वां पद तुझ में शांति होवे. അപ്പൊ 2ഉം 3ഉം കൂടെ ചേർക്കുമ്പോൾ 5 എണ്ണമായി. 5 എണ്ണമായി. हमें पहले हमने 2 पढ़कर सुना, अभी 3 पूरा 5 हो गया. ഇനി 125-ാം സങ്കീർത്തനം ആരോഹണ ഗീതമാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ലൈൻ മാത്രം വായിച്ചാൽ മതി. 5-ാം വാക്യം ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം. 125 भजन संगीता का आखिरी जो पद है इसराइल को शांति मिले. ഇനി 128-ാം സങ്കീർത്തനം 6-ാം വാക്യം അതിന്റെ ഏറ്റവും ഒടുവില് ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. കണ്ടോ, 128 का भी आखिरी जो पद है इसराइल को शांति അപ്പൊ मिले. 15 ആരോഹണ ഗീതങ്ങളിൽ സമാധാനം എന്ന വാക്ക് 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 15 यात्रा गीतों के अंदर शांति जो शब्द 7 बार पवित्र आत्मा लिखा है. ഇതിന്റെ ആത്മീയ സന്ദേശം ഈ ലോകത്തിൽ ആർക്കാണ് സമാധാനമുള്ളത്? इसके जो आत्मिक भेद है ये कि इस दुनिया में किसको शांति मिलेगी? ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. जो कोई परमेश्वर की आराधना करता है केवल उनको ही शांति मिलता है. ഈ 121-ാം സങ്കീർത്തനത്തിൽ 8 വാക്യങ്ങളുണ്ട്. 121 भजन संगीता में 8 पद है. അതുകൂടെ പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. उसको बोलकर समाप्ति की ओर बढ़ूंगा. ഓരോ ഈ 2 വാക്യങ്ങളിൽ നമ്മുടെ ദൈവം നമുക്കാരാണ്? 2 पदों के एक साथ पढ़ेंगे तो परमेश्वर हमारे लिए कौन है ये समझ सकते हैं. 1-2 വാക്യങ്ങളിൽ അവർ ഗോഡ് ഹീസ് അവർ ഹെൽപ്പർ, നമ്മുടെ ദൈവം നമ്മുടെ സഹായകനാണ്. पहला और दूसरा पदों के एक साथ पढ़ते वक्त ये पता चलता है कि हमारा परमेश्वर हमारा सहायक है. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? മൈ ഹെൽപ്പ്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ എൻ്റെ സഹായകൻ യഹോവയായ ദൈവമാണ്. मैं अपनी आंखें पर्वतों की ओर लगाऊंगा, मुझे सहायता कहाँ से मिलेगी? उस सवाल का उत्तर दूसरा पद है, मुझे सहायता यहोवा की ओर से मिलती है जो आकाश और पृथ्वी का करता है. हमारा परमेश्वर हमारा सहायक है. അപ്പോൾ നമ്മൾ സഹായത്തിന് വേണ്ടി നോക്കുന്നത് എപ്പോഴും സ്വർഗത്തിലേക്കാണ്. हमारा सहायता के लिए हम हमेशा स्वर्ग की ओर अपनी आंखें उठाना जरूरी है. ഇനി 3-4 വാക്യങ്ങളിൽ അവർ ഗോഡ് ഹീസ് അവർ കീപ്പർ, നമ്മുടെ ദൈവം നമ്മുടെ സൂക്ഷിപ്പുകാരൻ. हमें तीसरा और चौथा पदों को मिलकर पढ़ेंगे तो ये पता चलता है कि परमेश्वर हमें सुरक्षित रखने वाला परमेश्वर है. അത് പറയാനാ ഞാൻ 121-ാം സങ്കീർത്തനെടുത്ത് യിരെമ്യാവിന് ദൈവം ഒടുവിലായിട്ട് കൊടുത്തത് ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെ ദൈവം തൻ്റെ ജനത്തിന്, ആരാധിക്കുന്ന ദൈവജനത്തിന് അവൻ കീപ്പറാണ്, അവൻ സൂക്ഷിപ്പുകാരനാണ്. यिर्मयाह को परमेश्वर ने जो अलौकिक सुरक्षा के वायदा की, उसी प्रकार जो कोई परमेश्वर की आराधना करता है उनको भी परमेश्वर अलौकिक सुरक्षा देता है. 121 तीसरा और 14 पद से हम समझ എലീശ सकते हैं. പ്രവാചകന്റെ കൂടാരത്തിന് ചുറ്റും അരാം സൈന്യം പാളയമറങ്ങിയപ്പോൾ അതിലും വലിയൊരു സൈന്യം, സ്വർഗീയ സൈന്യം എലീശ പ്രവാചകന്റെ കൂടാരത്തിന് ചുറ്റും ഉണ്ടാകും. एलीशा जो भविष्यवक्ता की तंबू की चार और शत्रु जब उन्हें घेरा है, लेकिन परमेश्वर की स्वर्गीय सेना उसके भी चारों ओर घेर कर परमेश्वर सुरक्षा दी. ഇനി 5-6 വാക്യങ്ങളിൽ അവർ ഗോഡ്
ഹീസ് അവർ ഷെൽട്ടർ. നമ്മുടെ ദൈവം നമുക്ക് കൂടാരമാണ്. हमें पांचवा और छठे पदों को पढ़ते वक्त ये पता चलता है कि हमारा परमेश्वर हमारे लिए तंबू है. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. അല്ല, 5-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ, ഷെയ്ഡെന്നാണ്, ഷെൽട്ടർ. അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഷെൽട്ടറാണ്, കൂടാരമാണ്, തണലാണ്. हमारा परमेश्वर हमारे लिए हर विपत्ति से बचाने वाले एक आड़ है. ഇനി 7-8 വാക്യങ്ങളിൽ അവർ ഗോഡ് ഹീസ് അവർ പ്രിസർവർ, കേടുകൂടാതെ സൂക്ഷിക്കുന്ന പരിപാലകൻ. हमें जो 7वां और 8वां पदों को हम मिलकर पढ़ते वक्त परमेश्वर की वचन के द्वारा पता चलता है कि वो हमारा रक्षक है, सुरक्षित रखने वाला. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 7 और 8 पदों को पढ़ते वक्त यहोवा सारी विपत्ति से तेरी रक्षा करेगा और तेरे प्राण की रक्षा करेगा. പരിപാലിക്കും 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 എന്ന് 3 പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. हमें सुरक्षित रखेंगे, रक्षा करेंगे करके 3 बार वहां पर लिखा है. കഴിഞ്ഞ കാലങ്ങളിൽ പരിപാലിച്ചു, ഇന്ന് പരിപാലിക്കുന്നു, ഇനി എന്നേക്കും പരിപാലിക്കും. बीते हुए समय पर परमेश्वर में सुरक्षित रखा, अभी भी सुरक्षित रख रहा है, आगे भी प्रभु सुरक्षित रखेंगे. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. इन बातों को याद रखना आसानी है. ഹെൽപ്പർ, കീപ്പർ, ഷെൽട്ടർ, പ്രിസർവർ. सहायक, सुरक्षित रखने वाला, आड़ और संरक्षण देने वाला. ആരാധിക്കുന്ന ദൈവജനത്തിന് ദൈവം ഈ 4 വിധത്തിൽ വെളിപ്പെട്ടു വന്നു. जो कोई परमेश्वर की आराधना करते हैं उन सबके जीवन में परमेश्वर की आशीष इसी प्रकार प्रकट होती है. ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിക്കപ്പെട്ട തന്റെ ദാസന്മാരെ ഈ 4 വിധത്തിൽ ദൈവം സഹായിക്കും. हमें सेवा के लिए जिसको प्रभु ने विशेष रूप में नियुक्त किया उसी सुरक्षा उनको भी प्रभु प्रबंध करेंगे. ദൈവം നമ്മെ സഹായിക്കട്ടെ. महान परमेश्वर इस वचन के द्वारा में आशीष देवे. जय मसीह.